2018 വെള്ളം കയറിയ വീടായിരുന്നു എൻ്റേത്. പുതിയ വീട് വെക്കുന്നതിനോടും അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടും വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ നമ്മളിതൊന്ന് ഈ വെള്ളം കയറിയ വീട് തന്നെ ഒന്ന് പുതുക്കി പണിയാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും ആദ്യം ചെറിയൊരു ബഡ്ജറ്റായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് ഓർത്തു കുറച്ചുകൂടി സൗകര്യം കൂട്ടി നമുക്കൊരു വീട് വേണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും അതനുസരിച്ചിട്ട് ഡിസൈനൊക്കെ തയ്യാറാക്കുകയും ഒക്കെ ചെയ്തത്. പ്രൊഫഷണലി ഞാനൊരു ആർക്കിടെക്ചറൽ ഡിസൈനറാണ്. അപ്പം എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ ഉൾവശം അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഫെസിലിറ്റി വേണം എന്നൊക്കെ ഉള്ളത്. അതനുസരിച്ച് ഞാനൊരു സ്കെച്ച് തയ്യാറാക്കുകയും അതിന് അനുബന്ധമായിട്ടൊരു അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ആദ്യം പല ആൾക്കാരുമായി ഞാൻ കോണ്ടാക്ട് ചെയ്തെങ്കിലും നമ്മൾ പറയുന്ന ഒരു രീതിയിൽ ചെയ്യാനായിട്ട് പലർക്കും അവർക്ക് മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ എൻ്റെ ഐഡിയ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവരിലേക്ക് എത്താത്തതോ എനിക്കറിയില്ല. അങ്ങനെ ഒരു സ്റ്റക്കായി നിന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്താണ് എൻ്റെ സുഹൃത്ത് എനിക്കിങ്ങനെ അയോൺ ഇൻറ്റീരിയറിനെ പറ്റി എനിക്ക് അവരുടെ കോണ്ടാക്ട് നമ്പർ തരുന്നതും അങ്ങനെ അതിൻ്റെ ആളായ മിസ്റ്റർ ജോബിയെ കോണ്ടാക്ട് ചെയ്യുന്നതും. അപ്പം ഞാൻ ജോബിയെ കോണ്ടാക്ട് ചെയ്തതിനകത്ത് എനിക്കൊരു വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ അടുത്ത് നമ്മുടെ മനസ്സിലെ ഐഡിയ പറയുമ്പോൾ അത് അതേപടി എടുക്കുക എന്നുള്ളത് വലിയ റെയറായിട്ട് കിട്ടുന്ന ഒരു ഇതാണ്. അപ്പം നമ്മുടെ മനസ്സിൽ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ കൃത്യമായി അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് ആ ഇൻറ്റീരിയറിൻ്റെ ബാക്കി കാര്യങ്ങൾ നടത്തി തരികയും ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അത് കാരണം അങ്ങനെ റെയറാണ് അങ്ങനെ കിട്ടുന്നത്. അപ്പം അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ജോബിയുമായിട്ട് പറഞ്ഞില്ല ഇൻട്രാക്ട് ചെയ്യാനൊക്കെ വളരെ വളരെ ഒരു സ്മൂത്തായിട്ടുള്ള ഡീലിംഗ് ആയിരുന്നു ജോബിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും. കാരണം നമ്മൾ എന്ത് പറയുന്നു അത് വേറൊരു ഒരു അതേ രീതിയിൽ തന്നെ എടുക്കുകയും നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അത് എക്സിക്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു വലിയ സംഭവം. അതുകൊണ്ട് ഞാൻ ജോബി ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ജോബിയുടെ വന്നത് കൊണ്ടാണ് ഇത്രയും ഒരു ഭംഗിയായിട്ട് വീട് മാറ്റിയെടുക്കാൻ പറ്റിയത്.